മാണിക്യച്ചിറകുള്ള മാറത്ത് കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കൊതിച്ചു പോയി. ഹേ കണ്ടു മലനിര ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്ലോഗാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അതേപോലെ തന്നെ ഇന്നലെ എൻ്റെ അച്ഛൻ്റെ 60th ബർത്ത്ഡേ ആയിരുന്നു, അതായത് 60ാമത്തെ ജന്മദിനം. അച്ഛൻ്റെ ബർത്ത്ഡേ വന്നിട്ട് മെയ് 31-നാണ്. അതേപോലെ തന്നെ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത് ജൂൺ 1-നാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കളിയാക്കാറുണ്ടായിരുന്നു കേട്ടോ. ജനിച്ച് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കളിയാക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അച്ഛൻ്റെ 60ാമത്തെ പിറന്നാൾ ചെറുതായിട്ട് വളരെ ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ അവരുടെ ആനിവേഴ്സറീൻ്റെ അന്ന് തന്നെ രണ്ടും കൂടി അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് സൺഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാർക്കൊക്കെ ലീവും ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ക്ലീൻ ആക്കേണ്ട ചെറിയൊരു ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് വന്ന് ഫ്രഷായിട്ട് ഞാനിതാ ചൂടും എടുത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കണം. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മേശയും കസേരയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴമാണ്. ഞാനിപ്പോൾ ഓഡിയോ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചില സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കൃഷ് ബേബി ഇവിടുന്ന് ഭയങ്കര കുക്കിങ്ങിലാണ് കേട്ടോ. എന്തൊക്കെയോ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് ഇഗ്നോർ ചെയ്തേക്ക് കേട്ടോ. നോക്കട്ടെ, പുഴു പോയാ നോക്കട്ടെ. കാണിക്ക്. അപ്പം നമ്മളെ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കൃഷുവിനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. പിന്നെ ഇത് എൻ്റെ അമ്മേൻ്റെ അമ്മയാണ്. അമ്മമ്മയും മാമനൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക ഫോട്ടോ എടുക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ പഠിച്ചാൽ എനിക്കറിയാം. ഫോൺ എടുക്കാനറിയാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയി കൃഷുവിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് അവനെ റെഡിയാക്കി. പിന്നെ ഞാനൊന്ന് ഫ്രഷായി. ഞാൻ തല കുളിച്ചിട്ടില്ല കേട്ടോ. തല കുളിച്ചിട്ടുണ്ടെങ്കിൽ മുടി ഉണങ്ങാനൊക്കെ കുറച്ച് പണിയായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഫ്രഷായി വന്നു, ഡ്രസ്സൊക്കെ ചെയ്ത് വന്നു. ആരും എത്തിയിട്ടില്ല ഇതുവരെ. അച്ഛൻ്റെ അടുത്ത് കുറച്ച് ബലൂണ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ രാവിലെ പോയിട്ടാണ് വാങ്ങിക്കൊണ്ട് തന്നത്. കുറച്ച് എണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയാണ്, ഇതെന്താ ഇത്ര കുറച്ച് വാങ്ങിച്ചത് എന്ന്. ഡെക്കറേഷൻ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഞങ്ങളടുത്ത് ചെറുതായിട്ടൊന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാവും. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും, എപ്പോഴെങ്കിലും പേരാമ്പ്ര പോകുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് പറയും വാങ്ങിക്കണേ, അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്ത് പറയും. പിന്നെ രണ്ടാളും മറന്നു. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ടായിരിക്കും അയ്യോ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ഇന്നത്തെ ദിവസം തന്നെയാണ് കേട്ടോ അച്ഛൻ പോയി ബലൂണ് വാങ്ങിക്കൊണ്ട് തന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊന്നും ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിലൊരു കുറച്ച് ബലൂണ് വാങ്ങിയിട്ട് അവിടെയും ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അഭിനന്ദനങ്ങളാണ്. ദീർഘായുസും ഭാവിയിൽ നല്ലൊരു ജീവിതവും
ഒന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകും. അങ്ങനെ ഇതാ നമ്മളെ ഫംഗ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളെ ഫാമിലി മെമ്പേഴ്സ് മൊത്തം എത്തിയിട്ടുണ്ട്. ഇതെൻ്റെ മൂത്തച്ഛനാണ് കേട്ടോ. അപ്പോൾ മൂത്തച്ഛൻ അച്ഛനെയും അമ്മേനെയും കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. പിന്നെ അവർക്ക് ആശംസകളൊക്കെ നേരുകയാണ്. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അച്ഛനും അമ്മയും കേക്ക് കട്ട് ചെയ്യുകയാണ്. കേക്ക് കണ്ടപ്പോൾ തന്നെ ക്രിഷു അമ്മേൻ്റെ അടുത്തേക്ക് ചാടി പോയിട്ടുണ്ട്. മോനാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ എല്ലാവരും കേക്ക് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ആദ്യം വായ തുറക്കുന്നത് അവനാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇതാ കേക്കൊക്കെ അച്ഛനും അമ്മയ്ക്കും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അച്ഛൻ 60 വയസ്സായി എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ആർക്കും തന്നെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എല്ലാവരും 60 വയസ്സിൻ്റെ ഒരു ചെറിയ ആഘോഷം ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, 60 വയസ്സായോ, സുരേഷിന് 60 വയസ്സായോ, അങ്ങനെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഇതുവരെ അച്ഛൻ 60 വയസ്സായി എന്ന് വിശ്വസിക്കാൻ എന്തോ അങ്ങോട്ട് പറ്റുന്നില്ല. ഇത്രയും കാലം അച്ഛനും അമ്മയും ഞങ്ങൾക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു സന്തോഷം എല്ലാവരെയും കാണുമ്പം, നമ്മളെ വീട്ടിൽ എല്ലാവരും വരുമ്പം എന്തായാലും എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതിനു വേണ്ടി മാത്രം നടത്തിയൊരു ചെറിയൊരു ഫംഗ്ഷനാണ് കേട്ടോ ഇത്. പിന്നെ ദേവു വിളിച്ചിട്ടുണ്ടായിരുന്നു. ദേവുവിന് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ ഈ ഒരു ഫംഗ്ഷന് വരാൻ പറ്റാത്തതിൽ. എല്ലാവരും വിചാരിച്ചത് അവൾ സർപ്രൈസായിട്ട് വരുന്നതാണ്. എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ദേവു സർപ്രൈസായിട്ട് വരുമോ എന്ന്. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ഞങ്ങൾക്കും വിഷമമുണ്ട് അവൾ ഈ ഒരു സമയത്ത് നാട്ടിലില്ലാത്തതിന്. പിന്നെ എല്ലാവരും ദേവു നാട്ടിലില്ലെങ്കിലും അവൾ അമ്മയ്ക്ക് വേണ്ടി കൊടുത്തു വിട്ട സർപ്രൈസ് കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു അത്ഭുതത്തിലാണ് അമ്മ. എൻ്റെ അല്ല ദേവുൻ്റെ. ഹലോ, പുതിയ ഫോണ് അങ്ങനെ പുതിയന്മാരെ പുഷ്പമുത്തമ്മയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വന്നാല് തിന്നോളൂ, പൊറിക്കൊണ്ടൊക്കെ പോകും. അടിപൊളി ഷർട്ടല്ലേ? അതാരാ? അതേപോലെ തന്നെ മാമനുണ്ട്. ഒരു മാമന്റെ ഷർട്ട് അതായില്ലേ? ഞാൻ ഇതെടുത്തില്ല. അല്ലല്ല, അല്ല ഞാനിതല്ല പരിപാടിയാ. ചേച്ചി വാങ്ങിയതും ഞാൻ വാങ്ങിയ ഏകദേശം മാച്ച് ഉണ്ട്. അതല്ല, ഇത് രണ്ടും ഷർട്ടും നല്ല ഷർട്ട്.
പിന്നെ ഇതാ എല്ലാവരും തന്ന ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ചൊക്കെ നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അച്ഛന് നേരത്തെ ദേവു ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 മാസം മുന്നേ അച്ഛന് ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇപ്രാവശ്യം വാങ്ങിച്ചു കൊടുക്കാമെന്ന് അവൾ പറഞ്ഞത്. പിന്നെ ഇതാ എല്ലാവരും കുറേ സമയം ഇരുന്നു ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. എല്ലാവരും പോകുന്ന കണ്ടപ്പോൾ തന്നെ നമ്മുടെ ക്രിഷ് ബേബിയും ഉണ്ട് അവരുടെ കൂടെ, ഞാനും പോകുകയെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പോവുക എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോവുക തന്നെയാണ്. എന്തായാലും നമ്മളെ പരിപാടിയൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിവേടിൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ഏട്ടനും ഏട്ടൻ്റെ വൈഫും മോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് അവർ പോകുമ്പോൾ അവരുടെ കൂടെ പോവാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അച്ഛൻ എന്നെ കൊണ്ടാക്കാനായിട്ട് പിന്നെ അങ്ങോട്ട് വരേണ്ടി വരും. അപ്പോൾ ഇതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഞാൻ ആദ്യം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് പോവുകയാണ് ഇന്ന് നിവേടിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ടാറ്റാ.